നമ്മളെ ആരെങ്കിലും മരവാഴ എന്ന് വിളിച്ചാൽ നമുക്ക് എന്തൊരു സങ്കടമാണല്ലേ. പക്ഷെ ഈ ഒരു മരവാഴയിൽ ഉണ്ടാവുന്ന പൂക്കൾ കണ്ടാൽ നമ്മുടെ ആ ഒരു സങ്കടമൊക്കെ മാറും. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഇതിലെ പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ നമുക്കിന്ന് ഒരു മരവാഴയുടെ തൈ കിട്ടിയിട്ടുണ്ട്. ദാ ഈ ഒരു തേക്കുമേന്ന് വീണതാണ് കേട്ടോ ഈ ഒരു തൈ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ധാരാളം മരവാഴകൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചൊക്കെ പൊക്കിക്കൊണ്ട് ദേ വീട്ടിലേക്ക് വന്നേക്കാണ്. നമുക്ക് പിന്നെ ചിലവ് കുറഞ്ഞ ചെടികളോടാണല്ലോ പ്രിയം. അപ്പോൾ ആദ്യം ഇത് എവിടെ സെറ്റ് ചെയ്യണമെന്നായിരുന്നു ആകെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ നമ്മുടെ വീടിന് ഫ്രണ്ടിൽ തന്നെ ഒരു റംബൂട്ടാൻ നിൽക്കുന്നുണ്ട്. ഒരുപാട് വർഷമായി ഈ ഒരു റംബൂട്ടാൻ ഇവിടെ നിൽക്കുന്നു, ഇതുവരെ കായ്ച്ചിട്ടില്ല. അപ്പോൾ തണൽ കിട്ടുന്നത് കൊണ്ടാണ് നമ്മളിത് വെട്ടിക്കളയാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ഇതുമ്മ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മരവാഴയ്ക്ക് സപ്പോർട്ടായിട്ട് ഇത് കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട്. വെറുതെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പിടിച്ചോണമെന്നില്ല. അപ്പോൾ ശരിക്കും ഇത് മരത്തിനൊക്കെ ഭയങ്കര കേടൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് മരവാഴ. നമ്മുടെ റംബൂട്ടാൻ പിന്നെ കായ്ക്കാനൊരു ഉദ്ദേശമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പം നമ്മുടെ മരവാഴ പൂക്കാനുള്ള ഒരു കാത്തിരിപ്പാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഗാർഡൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.